രാഹുലിനെ പോലെ നട്ടെല്ലില്ലാത്ത കഴിവുകെട്ട പാർട്ടിയുടെ ബലിമൃഗമായിട്ടുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയിൽ നിന്നിട്ടാണ് രമേഷ് പിഷാരടി പറഞ്ഞത് കോൺഗ്രസിന് അണികളുണ്ട് നേതാക്കന്മാരുമുണ്ട് അടിമകളില്ലെന്ന്. ഇവനേക്കാളും നല്ലൊരു അടിമയെ കാണിച്ചു തരേണ്ട കാര്യമുണ്ടോ? അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടം സ്വമേധയാ PV അൻവറിൻ്റെ വീട്ടിൽ പോയി ചർച്ച നടത്തിയല്ല എന്ന്. പകൽ മുഴുവൻ സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും വലിയ വായ്ത്താളവും കീറുവാണവും ഒക്കെ വിടും. എന്നിട്ട് രാത്രി രഹസ്യമായിട്ട് പോയി കാല് നിൽക്കും. അതാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം കാണിച്ചത്. എന്താണെങ്കിലും PV അൻവറിനെ പോലെ നെറികെട്ട രാഷ്ട്രീയക്കാരനൊരു കാര്യം ചെയ്ത് റെക്കോർഡാക്കി പബ്ലിക്കായിട്ടങ്ങ് ഇട്ടുകൊടുത്തു. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ പാർട്ടി നേതൃത്വം വൃത്തിയായിട്ടങ്ങ് കൈ കഴുകി. പാർട്ടിയുടെ അറിവോടെയല്ല പോയത്, രാഹുൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് പറഞ്ഞു. പാർട്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള അടിമ എന്താണേലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയില്ല. എല്ലാ കുറ്റവും സ്വയം അങ്ങ് ഏറ്റു. ഇഷ്ടൻ PV അൻവറിനോട് രഹസ്യമായിട്ട് സംസാരിക്കാൻ പോയതാണ് പോലും. ഒന്ന് ഉപദേശിക്കാൻ പോയതാ, വേറൊന്നുമല്ല. അൻവറിൻ്റെ പോക്ക് ശരിയല്ല, ഇങ്ങനെയല്ല ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. വളരെ അടുത്ത ആത്മബന്ധമുള്ള ആളുകളാണ് രാഹുലും നമ്മുടെ അൻവറും. അരിയാഹാരം കഴിക്കുന്ന സകല മനുഷ്യർക്കും കാര്യം എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ രാഹുലിനോടും അതുപോലെ തന്നെ രമേഷ് പിഷാരടിയോടും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രാഹുൽ ഈ നട്ടലില്ലെങ്കിൽ കഴിവില്ല എങ്കിൽ വായ്ത്താളം അടിക്കരുത്. വായ്ത്താളം പകലടിക്കുകയും രാത്രി പോയി കാല് നക്കുകയും ചെയ്യുന്ന പരിപാടി നാണമില്ലേ, നിർത്തിക്കൂടെ? പിന്നെ രമേഷ് പി റെഡ്ഡി ഇവനെ പോലെയുള്ള 916 അടിമകളുള്ള പാർട്ടി എന്നിട്ട് ഈ ജാതി ഡയലോഗ് അടിക്കരുത്.